ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഹോളി യോഗയുടെ 5ാം ഭാഗം ഇടാൻ സാധിച്ചത്. ക്ഷമ ആദ്യമേ ചോദിക്കുന്നു. പ്രിയരെ, ശരിയായ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. ഒരു ഹോളി യോഗം അല്ലെങ്കിൽ പരിശുദ്ധാത്മ സംഗമം നമ്മിൽ നടക്കണമെങ്കിൽ ശരിയായ വിശ്വാസം കൂടിയേ തീരൂ. 1 കൊറിന്ത്യസ് 8:6 നമുക്കൊന്ന് വായിക്കാം. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തിരം സകലവും, അവൻ മുഖാന്തിരം നാമും ആകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല. പക്ഷേ ഭൂരിഭാഗം സഭാവിശ്വാസികളും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ദൈവങ്ങളാണെന്നും എന്നാൽ 3ഉം ഒന്നാണെന്നും പഠിപ്പിക്കുന്നു. ചിലർ യേശു ദൈവത്തിൻ്റെ അവതാരമാണെന്നും യേശു തന്നെയാണ് ഏകദൈവമെന്നും യഹോവ യേശുവാണെന്നും പഠിപ്പിക്കുന്നു. ഖേദമെന്ന് പറയട്ടെ, യഥാർത്ഥ വിശ്വാസം സഭാവിശ്വാസികളിൽ കണ്ടെത്താൻ പ്രയാസമാണ്. ഇന്നത്തെ സഭാവിശ്വാസികളിൽ ഭൂരിഭാഗത്തിലും പിതാവ് അല്ലെങ്കിൽ സകലത്തിൻ്റെയും കാരണഭൂതനായ ദൈവം അപ്രത്യക്ഷമായിരിക്കുന്നു. യേശുവിനെ തന്നെ സകലത്തിൻ്റെയും കാരണഭൂതനായി കണ്ട് ആരാധിച്ച് പോരുന്നു. ദൈവത്തെ അറിഞ്ഞ് വിശ്വസിക്കണം. ദൈവത്തെ യേശു ക്രിസ്തുവിലൂടെ കണ്ടെത്താമെന്നതും ഒരു പരമസത്യം തന്നെയാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ഇതിനർത്ഥം യേശു പിതാവെന്നല്ല, മറിച്ച് യേശു ക്രിസ്തുവിനെ ഗുരുവും കർത്താവുമായി സ്വീകരിക്കുന്ന വ്യക്തിയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ജീവാത്മാവ് അല്ലെങ്കിൽ യേശു പറഞ്ഞ അവിടുത്തെ പോലെയുള്ള മറ്റൊരു കാര്യസ്ഥൻ, അതുമല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം ആവസിക്കുകയും ആ ആവാസം സത്യത്തിലേക്ക് എത്തിക്കുകയും ദൈവത്തെ അറിയുകയും ദൈവം തൻ്റെ പിതാവാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ അന്ധത നീങ്ങുന്നു. അനാഥത്വം, ഉത്കണ്ഠ, ഭീതി എല്ലാം മാറുകയും വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു വ്യക്തിയിൽ നിരന്തരം പരിവർത്തിച്ച് പരിണമിപ്പിക്കുന്ന ഒരു പ്രക്രിയ ആണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. ദൈവം തൻ്റെ പുത്രനിലൂടെ മനുഷ്യനെ സംശുദ്ധീകരിക്കുന്ന പ്രോസസ്സ്. എന്തുകൊണ്ടാണ് ദൈവത്തിന് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവിടുത്തെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. മാത്രമല്ല, നമുക്ക് ഉൽപ്പത്തി 2:7 പറയുന്നത് നോക്കാം. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. മനുഷ്യന് 3 പാർട്ട് ശരീരങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. അല്ലെങ്കിൽ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫിസിക്കൽ ബോഡി, സോൾ ബോഡി, സ്പിരിച്വൽ ബോഡി. ദൈവത്തിൻ്റെ നിശ്വാസം വഴി കടന്നു വന്ന ദൈവീക ജീവൻ ആത്മശരീരത്തിലേക്ക് ഇറങ്ങി ആ ശരീരത്തെ ഒരു ബാറ്ററി പോലെ ചാർജ് ഉള്ളതാക്കി മനുഷ്യാത്മാവിനെ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറിയത്. എന്നാൽ മനുഷ്യൻ അനുസരണക്കേട് കാട്ടി പാപിയായപ്പോൾ ദൈവിക ജീവൻ നഷ്ടപ്പെടുകയും ദേഹി ജഡത്തിൻ്റെ പ്രാണൻ കൊണ്ട് പ്രവർത്തിക്കുന്നതായി മാറുകയും ചെയ്തു. ഉൽപ്പത്തി 3:7 പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീ ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അപ്പോൾ അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് ആത്മാവിലൂടെയാണ് ജീവിച്ചിരുന്നത്. ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, ആത്മാവിൻ്റെ കാതുകൊണ്ട് കേട്ടു. ഇന്ന് ഇത് പറയുമ്പോൾ സാധാരണ ആളുകൾക്ക് മനസ്സിലാകില്ല. എന്നാൽ ആത്മീയമായി ഉയർച്ച പ്രാപിച്ചവർക്ക് മനസ്സിലാകും. മനുഷ്യൻ്റെ ആത്മാവിനെയാണ് ദേഹി അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത്. ഈ ദേഹിക്ക് ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണടച്ചിരുന്നാലും ദർശനം നാം കാണാറുണ്ട്.
എനിക്കും ഇത്ര അനുഭവങ്ങളുണ്ട്. അതുപോലെ സ്വരവും കേട്ടിട്ടുണ്ട്, സ്പർശനവും ഉണ്ടായിട്ടുള്ളവർ ഉണ്ട്. എന്നോട് ചിലർ അത്തരം അനുഭവങ്ങൾ പങ്കുവെച്ചവരുണ്ട്. പറഞ്ഞു വരുന്നത്, ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു. പിന്നീട് മനുഷ്യനിൽ ജഡത്തിൻ്റെ ജീവൻ കൊണ്ടാണ് ദേഹിയെ പ്രവർത്തിപ്പിക്കുന്നത്. ജീവൻ എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നല്ല. മനുഷ്യൻ്റെ ജീവനല്ല മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്. എന്നാൽ സസ്യങ്ങൾക്കുമുണ്ട് ജീവൻ. ആ ജീവനും വ്യത്യസ്തതയുണ്ട്. എന്നാൽ ദൈവിക ജീവൻ ഏറെ വ്യത്യാസമുള്ള, സവിശേഷതയുള്ള ഒരു ജീവനാണ്. ഈ ജീവൻ ആദ്യ മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തിയപ്പോൾ തുടർന്ന് എല്ലാ സന്തതി പരമ്പരകൾക്കും ആ ജീവൻ നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ അനന്തമായ കരുണയാൽ ആ ജീവൻ യേശു ക്രിസ്തുവിലൂടെ നമ്മിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ ആത്മശരീരത്തെ ചൈതന്യമുള്ളതാക്കി ദേഹിയെ പ്രവർത്തിപ്പിക്കുമാറാക്കുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാനാണ് വഴിയും സത്യവും ജീവനും. യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന ദൈവിക ജീവൻ എല്ലാ മാനവർക്കും വേണ്ടി കാഴ്ചവെച്ചു. അതാണ് കുരിശിലെ ബലിയിലൂടെ ലഭിക്കുന്ന പ്രസാദം. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജഡീകരണമാണ്. വചനത്തെയാണ് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവൻ സ്വീകരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ജീവനാണ്, ആത്മാവാണ്. ഈ വിശ്വാസം വഴി ഓരോരുത്തർക്കും ലഭിക്കുന്ന വരപ്രസാദം ഉള്ളിൽ നിർഗമിക്കുന്ന വചനത്തിൻ്റെ സരണിയായി മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവാത്മാവിൻ്റെ ആളത്വം ഓരോരുത്തരുടെയും ഉള്ളിൽ രൂപപ്പെടുന്നു. ഈ ആളത്വത്തെ അനുസരിക്കാൻ തയ്യാറെങ്കിൽ അഭിവൃദ്ധി പ്രാപിക്കും. അനുസരിച്ചില്ലെങ്കിൽ ഉള്ളിൽ ദ്വന്ദ്വ വ്യക്തിത്വം ഉള്ളതുകൊണ്ട് ഒരാളിൽ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ വെളിപ്പെടും. അതായത് രണ്ട് വ്യക്തിത്വങ്ങൾ വെളിപ്പെടും. അപ്പോൾ പുറത്തുള്ളവർ പറയും ഭ്രാന്തരെന്ന്. ഇവിടെ ഒന്നാകൽ നടക്കണം. അതിനെ നിന്നിലെ നീ മരിക്കണം. ക്രിസ്തുവെന്ന പുതിയ വ്യക്തിത്വം വെളിപ്പെടണം. നമുക്ക് റോമ 8:3 ഒന്ന് കടന്നു ചെല്ലാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കാൻ കഴിയുമ്പോഴാണ് ശിക്ഷാവിധി നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്നത്. ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാത്തതിന്മേലുള്ള ശിക്ഷാവിധി നമുക്കുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കാത്തത്. രോഗങ്ങളാലും പ്രതിസന്ധികളാലും ജീവിതം ദുസ്സഹമായി പോകുന്നത്. ദൈവാത്മാവിനെ കീഴ്പ്പെടുന്ന ഒരു വ്യക്തിക്ക് ഈ ശിക്ഷാവിധി ഉണ്ടാകില്ല. പാപമാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം. രോഗങ്ങൾ പാപമൂലമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞത് തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ തന്നെ തളർവാദ രോഗി സുഖപ്പെട്ടു. എൻ്റെ അനുഭവവും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും നമ്മിൽ നിറവേറും. ആവശ്യങ്ങളെല്ലാം നടക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. മരണശേഷവും ഒരു സ്വർഗീയ ജീവിതം ഉണ്ടെന്ന ഒരു ഉത്തമ ബോധ്യം രൂപപ്പെടും. ആ പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശയിലെത്തിക്കില്ല. നാം കടം വാങ്ങുന്നവരല്ല, കൊടുക്കുന്നവരാണ്. നിങ്ങളെ രോഗം കീഴടക്കുകയില്ല. തികച്ചും ജീവിതം സന്തോഷകരമാകും എന്നു തന്നെയാണ് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതം മുഴുവൻ അത്ഭുതങ്ങളായിരുന്നു. ഞാൻ ദൈവാത്മാവിനെ എപ്പോഴും കീഴ്പ്പെട്ടു നടന്നു എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ദൈവവചനത്തെ അനുസരിച്ച് നടക്കുന്നതിൽ തീക്ഷ്ണത ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ മനസ്സിലാക്കി, ഉള്ളിലെ ദൈവാത്മാവിൻ്റെ ആളത്വത്തെ അല്ലെങ്കിൽ നിന്നിലെ ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല. വിശുദ്ധി ഇല്ലെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കാനും കഴിയില്ല. ഒരു വ്യക്തിയുടെ മേലുള്ള ദൈവപ്രീതി ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിവർത്തിക്കും. വാഗ്ദത്തത്തിൻ്റെ
ഒരു ഷോർട്ട് ഇവിടെ പറയാം. എല്ലാ നിലകളിലും അനുഗ്രഹിക്കപ്പെടും. ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. പുറത്തു പോകുമ്പോൾ സംരക്ഷണമുണ്ടാകും. ശത്രുക്കൾക്ക് നിന്റെ മേൽ ജയമെടുക്കാൻ കഴിയില്ല. കടം വാങ്ങുന്നവരല്ല, കടം കൊടുക്കുന്നവരാകും. നിന്നെ എവിടെയും ഉയർത്തും. ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. നിന്റെ കുടുംബത്തിൽ നിന്ന് ബാധ നീങ്ങിപ്പോകും. മാറാ രോഗങ്ങൾ ഉണ്ടാകില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായം വായിച്ചു നോക്കുക. അതിലെയാണ് ഇത് ശാപവും അനുഗ്രഹവും എഴുതിയിട്ടുള്ളത്. അതുപോലെ ശാപങ്ങളുമുണ്ട്. ദൈവകൽപ്പനകൾ പാലിക്കാതെ ജീവിച്ചാൽ ഇതിൻ്റെ ഒക്കെ നേർവിപരീതമാണ് സംഭവിക്കുക. രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുർമരണങ്ങൾ, കടഭാരങ്ങൾ എല്ലാം തന്നെ. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയണം, അവിടുത്തെ കൽപ്പനകൾ അറിയണം, അവിടുത്തെ വാഗ്ദത്തങ്ങൾ മനസ്സിലാക്കണം. കൽപ്പനകൾ യൂണിവേഴ്സ് നിയമങ്ങൾ ആണ്. ഇത് പാലിച്ചു നടക്കുന്നവർ വിശുദ്ധരാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് യോഗ്യരുമാണ്. ദൈവം നീതിമാനാണ്. അതുകൊണ്ട് അവിടുന്ന് തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചിരിക്കും. ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഏകദൈവമേ നമുക്കുള്ളൂ. അത് യേശുക്രിസ്തുവിൻ്റെ പിതാവാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന ജീവാത്മാവെന്ന ക്രിസ്തു നിങ്ങളെ നയിക്കും. ഇത് നമ്മെ ദൈവമക്കളാക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. ഈ ആത്മാവിനെ കേട്ടനുസരിക്കുന്നവർക്ക് വിശുദ്ധരായി ജീവിച്ച് ദൈവമക്കളായി സകല ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും അവകാശിയായി തീരാൻ കഴിയും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.